വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയ ദൈവജനമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ വചന ശുശ്രൂഷയിലേക്ക് കർത്താവിൻ്റെ പാദപീഠത്തിൽ നിങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കാൽവറിയിലേക്കുള്ള തീർത്ഥയാത്രയുടെ ഒരു ഭാഗമായി തീരുവാൻ ദൈവം നമ്മെ ഇടയാക്കിയതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ഈ തീർത്ഥയാത്രയിൽ നമ്മെ ബലപ്പെടുത്തുവാൻ, നമ്മെ ശക്തരാക്കുവാൻ, നമ്മെ നയിക്കുവാൻ ഒരു വൻ ശക്തി നമുക്ക് ആവശ്യമാണ്. നാം ആയിരിക്കുന്നിടത്തിൽ നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കുവാൻ, നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ലഭ്യമാകുവാൻ ആ ശക്തി ധാരാളം വലിയ ഒന്നാണ്. ആ ശക്തി പ്രാപിപ്പാനും അതെങ്ങനെ ഗ്രഹിക്കണം, എങ്ങനെ നേടണം, എങ്ങനെ കരസ്ഥമാക്കണം എന്ന് നമ്മുടെ കർത്താവ് നമ്മോട് അരുളി ചെയ്തിട്ടുണ്ട്. എന്നെ ശ്രവിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, പ്രാർത്ഥന എന്ന ആ വലിയ ശക്തിയെയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കുവാൻ പോകുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ ആദ്യം മുതൽ അവസാനം വരെയും ദൈവപുരുഷന്മാരെ നിലനിർത്തിയിരുന്നത്, ദൈവപുരുഷന്മാരെ അവരാക്കിയിരുന്നത്, അവരെ ഏൽപ്പിച്ചിരുന്ന ദൗത്യം നിറവേറ്റുവാൻ അവരെ പ്രാപ്തരാക്കിയിരുന്നത് ഈ ഒരു വൻ ശക്തിയാണ്. അവരുടെ വിജയത്തിൻ്റെ മുഖ്യ കാരണം അവരുടെ പിന്നിലുള്ള പ്രാർത്ഥന ജീവിതമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. കാൽവറിയിലേക്കുള്ള നമ്മുടെ ഈ തീർത്ഥയാത്രയിലും ആ പ്രാർത്ഥനാ ജീവിതം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുവാൻ, പ്രാർത്ഥനയുള്ളവരായി തീരുവാൻ സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം നാം പഠിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്, നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠജാതി ഏതുള്ളൂ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ ഈ ദൈവം ഇങ്ങനെ അടുത്തുള്ള മറ്റേത് ശ്രേഷ്ഠജാതി ഉണ്ട് എന്നാണ് ഇവിടെ മോശ നമ്മോട് ചോദിക്കുന്നത്. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ഇസ്രായേൽ മക്കൾ അനേക സന്ദർഭങ്ങളിൽ ദൈവത്തോട് മത്സരിച്ച് ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോയപ്പോഴും മോശയെ ബലപ്പെടുത്തിയത് മോശയും ദൈവവുമായിട്ടുള്ള ഈ പ്രാർത്ഥന ശക്തിയായിരുന്നു. അതാണ് മോശയുടെ പറയുന്നത്, വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും ഈ ദൈവം നമ്മുടെ അരികിലുണ്ട്. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹിത, നീ വിളിക്കുമ്പോഴൊക്കെയും നിൻ്റെ ദൈവം നിൻ്റെ അരികിലുണ്ട്. എന്നാൽ നീ വിളിക്കുന്നുണ്ടോ? നിൻ്റെ ദൈവത്തെ നീ യാചിക്കുന്നുണ്ടോ? നിൻ്റെ ദൈവത്തെ നീ നിൻ്റെ പ്രാർത്ഥന കേൾക്കുവാൻ തക്കതായിട്ട് അവൻ്റെ മുൻപാകെ നിൻ്റെ അപേക്ഷകളെ നീ നിരത്താറുണ്ടോ എന്ന് ഇന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം. വിശുദ്ധ വേദപുസ്തകം നാം വീണ്ടും പഠിക്കുമ്പോൾ അപ്പോസ്തലനായ മർക്കോസ് താൻ എഴുതിയ 11-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തു
തൻ്റെ ശിഷ്യഗണത്തോട് പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ യാചിക്കുമ്പോഴൊക്കെയും നിങ്ങൾക്ക് അത് ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ 12 വർഷമായിട്ട് രക്തസ്രാവമുള്ള ആ സ്ത്രീയെക്കുറിച്ച് പുതിയ നിയമത്തിൽ പല സുവിശേഷ പുസ്തകങ്ങളിലും രേഖപ്പെടുത്തുന്നുണ്ട്. നമുക്കറിയാം, തന്നെ 12 വർഷമായിട്ട് അലട്ടിയിരുന്ന ഈ രോഗം നിമിത്തം അവൾ അനേക വേദനകൾ അനുഭവിച്ചു. തനിക്കുള്ളതൊക്കെയും വിറ്റ് സൗഖ്യമാകുവാൻ അവൾ പ്രിയം വെച്ചു. എന്നാൽ അവളുടെ രോഗാവസ്ഥ ഗുരുതാവസ്ഥയിലേക്ക് മാറിയതേ ഉള്ളായിരുന്നു. എന്നാൽ കർത്താവ് അവിടെ വരുന്നു എന്ന് അറിഞ്ഞ് അവളുടെ ഉള്ളിൽ നിന്ന് അവൾ പറഞ്ഞത്, ഞാൻ അവൻ്റെ വസ്ത്രത്തിൽ തൊട്ടാൽ എനിക്ക് സൗഖ്യം പ്രാപിക്കും എന്ന്. അവളുടെ വിശ്വാസത്തിൻ്റെ ആഴം നാം മനസ്സിലാക്കുന്നുണ്ടോ? എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ആ വിശ്വാസത്തോടു കൂടി നാം പ്രാർത്ഥിച്ചാൽ നാം പ്രാർത്ഥിക്കുന്നതും നാം യാചിക്കുന്നതൊക്കെയും നാം നേടും എന്ന് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന അതേ യേശുക്രിസ്തുവാണ് എന്നോടും നിങ്ങളോടും ഇന്ന് പറയുന്നത്. നാം ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മുടെ അപേക്ഷകളെ അവൻ്റെ മുൻപാകെ അർപ്പിക്കാറുണ്ടോ എന്ന് നാം ഓരോരുത്തരും ഇന്ന് ചിന്തിക്കേണ്ടതുണ്ട്. വീണ്ടും നമ്മുടെ ശ്രദ്ധയെ പഴയ നിയമത്തിലേക്ക് നാം തിരിക്കുമ്പോൾ 1 ദിനവൃത്താന്തം 5-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, അവരുടെ നേരെ അവർക്ക് സഹായം ലഭിക്കയാൽ ഹഗ്രിയരും കൂടെയുള്ളവരും എല്ലാവരും അവരുടെ കയ്യിൽ അകപ്പെട്ട് അവർ യുദ്ധത്തിൽ ദൈവത്തോട് നിലവിളിച്ച് അവനിൽ ആശ്രയം വെച്ചതുകൊണ്ട് അവൻ അവരുടെ പ്രാർത്ഥന കേട്ടരുളി. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, രൂബേന്യരും ഗാദ്യരും അവർ ഹഗ്രിയരോടും യദൂരോടും നാഫീസ് നെതാബി എന്നിവരോട് യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിൽ രൂബേന്യരും ഗാദ്യരും ദൈവത്തോട് നിലവിളിക്കുന്നതാണ് ആ യുദ്ധത്തിൽ വിജയിക്കുവാൻ വേണ്ടി. അവർ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ, അവർ തങ്ങളുടെ ആശ്രയത്തെ ദൈവത്തിൽ വെച്ചപ്പോൾ, വിശുദ്ധ വേദപുസ്തകം പറയുന്നത് ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടരുളി എന്നാണ്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ ആശ്രയം അവനിൽ വയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും അവൻ നമ്മുടെ പ്രാർത്ഥന കേട്ടരുളും. നമ്മുടെ യാചന വൃഥ ആകുകയില്ല. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസവും പ്രതിസന്ധിയും വരുമ്പോൾ നിങ്ങൾ ദൈവത്തോട് യാചിക്കാറുണ്ടോ? നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ടോ എന്ന് നാം ഓരോരുത്തരും ഇപ്പോൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോസ്തലനായ പൗലോസ് താൻ എഴുതിയ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത് നമുക്ക് വായിക്കാം. അവിടെ പറയുന്നത്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കാത്രേ വേണ്ടത്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ജീവിതത്തിൽ ചെറിയ ക്ലേശങ്ങളും പ്രതിസന്ധിയൊക്കെ വരുമ്പോൾ നാം ഭാരപ്പെടാറുണ്ട്. ഇതെവിടെ ചെന്ന് അവസാനിക്കും, ഇതെൻ്റെ ജീവിതത്തെ എങ്ങനെ ബാധിക്കും എന്ന്. എന്നാൽ നാം ഒന്ന് മനസ്സിലാക്കണം, അപ്പോസ്തലന്മാർ നേരിട്ട അത്രയും കഷ്ടപ്പാടും പ്രയാസവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ചിട്ടുണ്ടോ?
അപ്പോസ്തലന്മാർ കഷ്ടപ്പാടും പ്രയാസവും ഒക്കെയും നേരിട്ടപ്പോൾ, അവരുടെ ആശ്രയം ഇസ്രായേലിൻ്റെ ദൈവത്തിൽ വെച്ചപ്പോൾ, അവരുടെ യാചന, അവരുടെ അപേക്ഷകൾ ദൈവത്തോടായിരുന്നപ്പോൾ, ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടു, അവരെ വിടുവിച്ചു. എന്തുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥന ദൈവം കേട്ടുകൂടാ? എന്തുകൊണ്ട് എന്നെയും നിങ്ങളെയും ദൈവം വിടുവിച്ചുകൂടാ? പ്രിയ ദൈവജനമേ, എപ്പോഴും പ്രാർത്ഥനയിലും അപേക്ഷയോടുകൂടി ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടു കൂടി അറിയിക്കണം. നാം ഒന്ന് മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നില്ല എങ്കിൽ അത് ഒരുപക്ഷെ വിശ്വാസമില്ലാത്തൊരു പ്രാർത്ഥനയായിരിക്കാം. നാം ആഗ്രഹിക്കുന്നത് നാം നേടുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം സ്തോത്രത്തോടെ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നില്ല എന്ന് ആയിരിക്കും. പ്രിയ ദൈവജനമേ, വിശുദ്ധ വേദപുസ്തകം നാം തുടർന്നും പഠിക്കുമ്പോൾ സദൃശ്യവാക്യങ്ങൾ 15-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ദുഷ്ടന്മാരുടെ യാഗം യഹോവയ്ക്ക് വെറുപ്പ്, നേരുള്ളവരുടെ പ്രാർത്ഥനയോ അവന് പ്രസാദം. ദുഷ്ടന്മാരുടെ യാഗം യഹോവയ്ക്ക് അത് വെറുപ്പാണ്. ദുഷ്ടൻ ഏത് രീതിയിലും ദൈവത്തെ പ്രസാദിപ്പാൻ അവൻ ആഗ്രഹിച്ചാലും ശ്രമിച്ചാലും അത് യഹോവയ്ക്ക് വെറുപ്പുള്ളതാണ്. എന്നാൽ നേരുള്ളവരുടെ പ്രാർത്ഥനയോ അവന് പ്രസാദം. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന ദുഷ്ടൻ്റെ പ്രാർത്ഥനയെ പോലെയാണ്. എൻ്റെ ദൈവമേ, ഞാൻ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എന്തെല്ലാം നീ അറിയുന്നുവല്ലോ. എന്നെക്കുറിച്ച് ഞാൻ എന്നുള്ള സ്വാർത്ഥത ദൈവത്തിൻ്റെ മുൻപാകെ നാം വാരി വിതറാറുണ്ട്. എന്നാൽ ഒരുപക്ഷെ നമുക്കത് നിരാശയായിരിക്കും. ഞാൻ ഈ പറയുന്നതിൽ ആ പ്രാർത്ഥന ദൈവം സ്വീകരിക്കത്തില്ല. അത് ദൈവസന്നിധിയിൽ വെറുപ്പുള്ളതൊന്നാണ്. എന്നാൽ നേരുള്ളവരുടെ പ്രാർത്ഥനയോ അത് യഹോവയ്ക്ക് പ്രസാദമുള്ളതൊന്നാണെന്ന് ഇന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ പ്രാർത്ഥന യഹോവയ്ക്ക് പ്രസാദമുള്ളതൊന്നാകുവാൻ നാം ശ്രമിക്കാറുണ്ടോ എന്നിന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ യാക്കോബ് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം നാം പഠിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്, നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ പാട്ട് പാടട്ടെ. നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവനു വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, വിശുദ്ധ വേദപുസ്തകം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. നമ്മളിൽ ആരുണ്ട് കഷ്ടം അനുഭവിക്കാത്തവർ? നമ്മളിൽ ആരുണ്ട് പ്രയാസം അനുഭവിക്കാത്തവർ? നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാറുണ്ടോ? ദൈവം പറയുന്നത്, പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിൻ്റെ കഷ്ടപ്പാട് ദൈവസന്നിധിയിൽ ദൈവത്തിന് മാറ്റുവാൻ സാധിക്കും. നിൻ്റെ കഷ്ടപ്പാടിനെ ഉന്മൂലമാക്കുവാൻ ദൈവത്തിന് സാധിക്കും. നാം ചെയ്യേണ്ടത് അവനോട് പ്രാർത്ഥിക്കുക. എൻ്റെ ദൈവമേ, എൻ്റെ പാതയെ നേരെയാക്കണമേ. എൻ്റെ ദൈവമേ, എൻ്റെ വഴികളെ നേരെയാക്കണമേ. നാം ദൈവസന്നിധിയിൽ ദൈവത്തോട് നമ്മുടെ വഴികളെ നേരെയാക്കാൻ തക്കവണ്ണം നാം പ്രാർത്ഥിക്കാറുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥനാ പുരുഷനായിരുന്നു. അവൻ്റെ ജീവിതത്തിൽ അവനെ നിലനിർത്തിയിരുന്നത് ദൈവവുമായിട്ടുള്ള ആ വലിയ ബന്ധമായിരുന്നു. പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങളും ഒക്കെ നേരിടുമ്പോൾ അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. ദമസ്കസിലേക്കുള്ള യാത്രാമധ്യയിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ അവൻ കണ്ട നാളിൽ 3 ദിവസം ഉപവസിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് താൻ ചെയ്തു വന്നിരുന്ന തെറ്റുകളെല്ലാം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ആ അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൻ്റെ
16-17 വാക്യത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. പ്രേ വിതൗട്ട് സീസിങ്. ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എപ്രകാരം ഉള്ള ഒന്നാണ്? ദാനിയേലിനെ പോലെ, ശദ്രക്, മേശക്, അബേദ്നെഗോയെ പോലെ, യോസെഫിനെ പോലെ, പഴയ നിയമ പ്രവാചകന്മാരെ പോലെ, പുരോഹിതന്മാരെ പോലെ, ചില രാജാക്കന്മാരെ പോലെ നാം പ്രാർത്ഥിക്കാറുണ്ടോ? ഇടവിടാതെ നാം ദൈവസന്നിധിയിൽ നമ്മുടെ കുറവുകളെയും കുറ്റങ്ങളെയും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ടോ എന്ന് ഇന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം. പ്രിയ ദൈവജനമേ, കർത്താവായ യേശു ക്രിസ്തു ഈ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 40-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യഗണത്തോട് പറയുന്നത്: ആ സ്ഥലത്തെത്തിയപ്പോൾ അവൻ അവരോട്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പീൻ. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, സാത്താൻ നമ്മുടെ ചുറ്റും എപ്പോഴുമുണ്ട്. എപ്പോൾ നമ്മളെ വിഴുങ്ങണം, എപ്പോൾ നമ്മെ തകർക്കണം, എപ്പോൾ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റണം, നമ്മുടെ ജീവിതത്തിൽ എപ്രകാരം അന്ധകാരത്തിൽ നിറയ്ക്കണം, എങ്ങനെ നമ്മെ ഇല്ലാതാക്കണം. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, ഒരു ചെറിയ പരീക്ഷയിൽ അകപ്പെട്ടു പോയാൽ വൻ വിപത്തിൽ അത് നമ്മെ നയിക്കും. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ നാം പ്രാർത്ഥിപ്പീൻ. നമ്മിൽ എത്ര പേര് അപ്രകാരം ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്? കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ പരസ്യ ശുശ്രൂഷ ഏതാണ്ട് അവസാനിക്കാറായപ്പോൾ താൻ നേരിടാൻ പോകുന്ന ആ പ്രയാസത്തെ ഓർത്തും ശിഷ്യഗണത്തെ ഓർത്തും എല്ലാം ഗെത്സേമനെ തോട്ടത്തിൽ പോയിരുന്നു പ്രാർത്ഥിച്ചു. നമുക്ക് അത് കാണുവാൻ സാധിക്കുന്നത് മത്തായി എഴുതിയ സുവിശേഷ പുസ്തകത്തിൻ്റെ 38 മത്തായി എഴുതിയ സുവിശേഷ പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 38 മുതൽ ഉള്ള വാക്യങ്ങളിലാണ്. 38 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്: എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു, ഇവിടെ താമസിച്ച് എന്നോടുകൂടി ഉണർന്നിരിപ്പീൻ എന്ന് അവരോട് പറഞ്ഞ് കർത്താവായ യേശു ക്രിസ്തു ശിഷ്യഗണത്തോട് ഗെത്സമനത്തെ തോട്ടത്തിൽ ചെന്ന് അവരോട് പറഞ്ഞ്, എൻ്റെ ഹൃദയം, എൻ്റെ ഉള്ളം മരണവേദനയാൽ ദുഃഖിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഇവിടെ ഇരുന്ന് ഉണർന്നിരുന്ന് എന്നോടൊപ്പം പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ് കർത്താവ് മുൻപോട്ട് ചെന്ന് കവിന്ന് വീണ് സ്വർഗത്തിലേക്ക് നോക്കി പിതാവിനോട് പ്രാർത്ഥിച്ച്, പിതാവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നത് പോലെ അല്ല, അങ്ങയുടെ ഇച്ഛ, അങ്ങയുടെ ആഗ്രഹം നിറവേറട്ടെ എന്ന്. അത് കഴിഞ്ഞ് വീണ്ടും കർത്താവ് ശിഷ്യന്മാരുടെ അരികിൽ വന്നപ്പോൾ ഇവിടെ 40-ാമത്തെ വാക്യത്തിൽ പറയുന്നത്: പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട്, എന്നോടുകൂടി ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീനെന്ന്. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ശിഷ്യന്മാരുടെ ഈ ഒരു അവസ്ഥയാണ്. നാം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ടടുത്ത് ഉറങ്ങുന്ന അവസ്ഥയാണ്. ഉറങ്ങേണ്ട പല സ്ഥലത്തും ഉണർന്നിരുന്ന് നാം സമയം ചെലവഴിക്കാറ്, പ്രാർത്ഥനയ്ക്കല്ല, മറ്റ് ചില കാര്യങ്ങൾക്ക്. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ അരുമരക്ഷകനായ യേശു ക്രിസ്തു
നമ്മോട് പറയുന്നത് ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ എന്നാണ്. പ്രാർത്ഥനയെക്കുറിച്ച് ധാരാളം കാര്യം കർത്താവ് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 5:44 പറയുന്നത്, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിപ്പീൻ എന്നാണ്. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, പ്രാർത്ഥനയിൽ നമ്മുടെ പങ്ക്, പ്രാർത്ഥനയിൽ നാം എങ്ങനെയാണ് ദൈവത്തോടൊപ്പം ചെലവഴിക്കുന്നത്? നമ്മുടെ രോഗങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പ്രയാസങ്ങൾക്ക് വേണ്ടി, ദുഃഖങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിന് ആ ദുഃഖങ്ങളെയും വേദനയും ഇല്ലാതാക്കുവാൻ സാധിക്കും. കാൽവറിയിലേക്ക് ഒരു തീർത്ഥയാത്ര നാം നടത്തുമ്പോൾ ആ തീർത്ഥയാത്രയ്ക്കുള്ള ബലവും ശക്തിയും നൽകുന്നത് കർത്താവായ യേശു ക്രിസ്തുവുമായിട്ടുള്ള ഇടാർന്ന ആ ബന്ധമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, നിൻ്റെ ജീവിതത്തിൽ ആ ദൈവവുമായിട്ട്, ആ കർത്താവുമായിട്ട് ഈ പ്രാർത്ഥനാബന്ധം നീ സ്ഥാപിച്ചിട്ടുണ്ടോ? നിൻ്റെ കുടുംബത്തിൽ പ്രശ്നം നേരിടുന്നുവെങ്കിൽ, നിൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിത ശൈലി നിന്നെ അലട്ടുന്നുവെങ്കിൽ നിനക്ക് പ്രാർത്ഥന കുറവാണ്. നിനക്ക് നിൻ്റെ ഭാര്യയുമായിട്ട് യോജിച്ചു പോകാൻ സാധിക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ പ്രിയ സഹോദരി, നിനക്ക് നിൻ്റെ ഭർത്താവുമായിട്ട് യോജിച്ചു പോകാൻ സാധിക്കുന്നില്ല എങ്കിൽ നിനക്ക് പ്രാർത്ഥന കുറവാണ്. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, പ്രാർത്ഥനയുള്ള ജീവിതം നാം നയിക്കണം. നമ്മുടെ കർത്താവ് സാക്ഷാൽ ദൈവവും സാക്ഷാൽ ദൈവപുത്രനും ആയിരുന്നിട്ടുകൂടി അവൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിച്ച് പിതാവായ ദൈവവുമായിട്ടുള്ള ആ വലിയ പ്രാർത്ഥന ബന്ധമായിരുന്നു. താൻ ഓരോ അത്ഭുതവും ചെയ്യുമ്പോഴും സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി പിതാവിന് സ്തോത്രം നൽകി പിതാവിനോട് പ്രാർത്ഥിച്ച് ആയിരുന്നു ചെയ്യുന്നത്. 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എത്ര ദിവസം ഉപവാസത്തിന് വേണ്ടി നാം മാറ്റിവെക്കാറുണ്ട്? എത്ര ദിവസം, ഒരു ദിവസം എത്ര മണിക്കൂർ നാം പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെക്കാറുണ്ട്? പ്രിയ ദൈവജനമേ, പ്രാർത്ഥനയുള്ളൊരു ജീവിതം നയിപ്പാൻ സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും ഇടയാക്കട്ടെ. പ്രാർത്ഥനയോടുകൂടി കാൽവറിയിലേക്കുള്ള തീർത്ഥയാത്ര സമീപിക്കുവാൻ, പ്രാർത്ഥനയോടുകൂടി ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ എൻ്റെ ദൈവം എന്നെയും നിങ്ങളെയും നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങൾക്കെല്ലാം ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം കരയറ്റുന്നു. എൻ്റെ ദൈവമേ, പലപ്പോഴും അങ്ങയുടെ ആ പാത ഞങ്ങൾ വിട്ട് ദൈവമേ ഞങ്ങൾ ഞങ്ങളുടെ വഴി തിരഞ്ഞെടുക്കാറുണ്ട്. എൻ്റെ ദൈവമേ, ഞങ്ങളോട് അവിടുന്ന് ക്ഷമിക്കണമേ എന്ന് യാചിക്കുന്നു. ദൈവമേ, ഈ വചന ശുശ്രൂഷ ശ്രവിക്കുന്നവരുടെ മധ്യയിൽ പ്രയാസവും പ്രതിസന്ധിയും ബുദ്ധിമുട്ടും നേരിടുന്നവരുണ്ട് കർത്താവ്. അവരുടെ പ്രയാസത്തെയും പ്രതിസന്ധിയും കർത്താവ് അറിഞ്ഞ് അവരുടെ ജീവിതത്തിൽ ആശ്വാസം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾ ഉണർന്നിരുന്ന് അങ്ങയോട് പ്രാർത്ഥിപ്പാൻ അടിയങ്ങളെ പ്രാപ്തരാക്കണമെന്ന് യാചിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.